കാര്യങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു. കാശിൻ്റെ കാര്യമല്ലേ, എനിക്കറിയാം. നമ്മുടെ ലൈസൻസിൻ്റെ ഇഷ്യൂ ഇപ്പം തീരും. അതാ ബ്ലൂ ലഗൂൺ ഹോട്ടലുകാരൻ തൽക്കാലത്തേക്കൊന്ന് ഉടക്കു വെച്ചല്ലേ, അത് ഉടനെ മാറും. ഫ്രെഡിക്ക് വയസ്സായ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. തലയൊക്കെ നരച്ച് താടിയൊക്കെ വന്ന്. അന്ന വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിന്നില്ല. അവരുടെ പാരഡൈസ് വില്ലയുടെ ലൈസൻസ് ഇഷ്യൂ ക്ലിയർ ആകാതെ നീണ്ടു. ദാരിദ്ര്യം അവരെ ശരിക്കും ബാധിച്ചു. സൗകര്യങ്ങളുടെ നടുവിൽ ജനിച്ചു വളർന്ന ഫ്രെഡിക്ക് അന്നയുടെ ഈ പുതിയ ലോകം അപരിചിതമായിരുന്നു. അവൻ എപ്പോഴൊക്കെ വിഷമിച്ചു അപ്പോഴൊക്കെ അവനെ സന്തോഷിപ്പിക്കാൻ അന്ന തന്നാലാവുന്നത് ശ്രമിച്ചു. എത്രയായിട്ടാ? 2 നാട്ടിൽ പോയി അപ്പനോട് ചോദിച്ചാൽ പോരെ മോനെ, മോനിതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതായിരുന്നു അന്ന. അവൾ എല്ലാത്തിനെയും നേരിട്ടത് പുഞ്ചിരി കൊണ്ട് മാത്രമായിരുന്നു. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു കാലം അവൾ സ്വപ്നം കണ്ടു. ഫ്രെഡിക്ക് ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് വൈവ ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമായി. അവൻ അന്നയോട് യാത്ര പറഞ്ഞ് 6 മാസത്തേക്ക് മദിരാശിയിലേക്ക് യാത്രയായി. എന്തൊരു മുറിയാടാ ഫ്രെഡി ഇത്. നീ എങ്ങനെ ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നിന്നെയും കൂടെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. മാർഗരറ്റ് ഇവിടെയാ MTക്ക് പഠിക്കുന്നത്. മാർഗരറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിനക്കിടയ്ക്ക് അവളെ പോയിന്ന് കണ്ടാലെന്നാ? ജീവിതത്തിൽ ആദ്യമായി ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്ന ഫ്രെഡിയുടെ മനസ്സ് ചെറുതായി ഒന്ന് ചാഞ്ചാടി തുടങ്ങി. അന്നയുടെ കത്തുകൾ നിരന്തരം ഫ്രെഡിയെ തേടി മുടക്കമില്ലാതെ എത്തിക്കൊണ്ടിരുന്നു. സാറ് നോക്ക്, നല്ല വലിയ എവിടെയാ? അങ്ങോട്ട് പോകും സിസ്റ്ററെ. എന്ത് പറ്റിയത്? മോൾക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല പനിയാ. 2 ദിവസമായിട്ട് കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കുക. എന്താണെന്നറിയില്ല ഡോക്ടറെ. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്?
എന്തു ചെയ്യും പിതാവേ? സെമിത്തേരിയിൽ പോലും സ്ഥലം തികയാത്ത അവസ്ഥയാണ്. മിക്കവാറും എല്ലാ തീരദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പറയൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഫ്രെഡി, നാട് മുഴുവൻ പകർച്ചപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുന്നു എന്നാണ് അനീറ്റ സിസ്റ്റർ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റേയൊക്കെ മാറി നമുക്ക് ഗസ്റ്റുകൾ വന്നു തുടങ്ങിയ സമയമായിരുന്നു. Anna, I've gotten sick. I've vomited 4 to 5 times already. I'm so tired. I need some medicines. Please, help me. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇതാ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ്. നമ്മുടെ നാടിനെ അതിഭീകരമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കോളറ എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മളിതാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എല്ലാവരും സഹകരിക്കുക, സഹകരിക്കുക. ജാഗ്രതാ മുന്നറിയിപ്പുമായി സഹകരിക്കുക. നമ്മുടെ അതിഥികളിൽ ഒരാൾക്ക് പനി തുടങ്ങിക്കഴിഞ്ഞു ഫ്രെഡി. എനിക്കെന്തോ ആകെ പേടിയാകുന്നു. നീ ഇങ്ങോട്ട് വരണ്ട. അടുത്ത ജില്ലയിൽ അല്ലെങ്കിൽ അടുത്ത നഗരത്തിൽ എവിടെയെങ്കിലും വന്ന് പള്ളിമുറിയിലേക്ക് ഫോൺ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. നീ എന്താണ് എനിക്ക് മറുപടി എഴുതാത്തത്? യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പണ്ട് പ്ലേഗും കോളറയും പടർന്നു പിടിച്ച് കൂട്ടമരണങ്ങൾ സംഭവിച്ചപ്പോൾ സംസ്കരിക്കപ്പെട്ട പലരും മരിച്ചിട്ടില്ലായിരുന്നു. അവരുടെ പൾസ് താഴ്ന്നു പോയതുകൊണ്ട് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഡോക്ടർമാർ എന്ന് ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ സംശയമുള്ള ആളുകളെ സംസ്കരിക്കുമ്പോൾ അവർ കുഴിയിലേക്കിറക്കിയ പെട്ടിയുടെ ഉള്ളിലേക്കൊരു ചരടിട്ട് അത് മരിച്ചയാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അവർക്ക് എപ്പോഴെങ്കിലും ബോധം വന്നാൽ അനങ്ങുമ്പോൾ ചരട് വലിഞ്ഞ് മുകളിൽ ചരടുമായി ബന്ധിപ്പിച്ച മണിയടിക്കും. ഈ മണി ശബ്ദിച്ചാൽ ശവപ്പറമ്പിൻ്റെ കാവൽക്കാരൻ ആളുകളെയും കൂട്ടിവന്ന് കുഴിമാന്തി അവരെ പുറത്തെടുക്കും. ഈ സമ്പ്രദായം ഞാൻ നമ്മുടെ നാട്ടിലും പരീക്ഷിച്ചു. തരകൻ ഡോക്ടർ മനസ്സില്ലാ മനസ്സോടെ കൂടെ നിന്നു. അന്നയെയും ആ മഹാമാരി വെറുതെ വിട്ടില്ല. ഭൂരിഭാഗം ആളുകളെയും പോലെ മരണത്തോട് മല്ലടിച്ച് ബോധമില്ലാതെ അവൾ ആശുപത്രിയിൽ കിടന്നു. ആ മോനെ, അപ്പ ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. വാ. ആ സോറി ഫ്രെഡി, അന്നയുടെ ഡെത്ത് കൺഫേംഡാ. മാക്സിമം 1 hour. നാളെ തന്നെ അടക്കേണ്ടി വരും. അല്ല, എന്തിനും നാളെ ആക്കുന്നേ? ഇന്ന് രാത്രി ആയിക്കൂടെ? പള്ളിയിൽ ഞാൻ വിളിച്ചു പറയാം. അല്ല, ഇടവക 2 ഫ്രാൻസിസ് അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാമേ.
അടുത്തേക്ക് പോകണ്ട, പകരും. കാലം അവനെ കാണിച്ചതുകൊണ്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാതെ നടന്നെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. നമ്മുടെ സഭയിൽ പോലും എനിക്കുണ്ടായ മാനക്കേട് അതും ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും അങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ ഡോക്ടർ? ഡോക്ടറിന്റെ മകളാണിത് ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ? എന്നെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷിക്കും ഡോക്ടർ. എൻ്റെ മോനൊരബദ്ധം പറ്റി എന്ന് വെച്ച് ജീവിതാവസാനം വരെ അവനത് ചുമക്കണോ? തരകൻ ഡോക്ടർ വിചാരിച്ച ഇപ്പൊ എന്നെ രക്ഷിക്കാൻ പറ്റും. സത്യം പറഞ്ഞ അവസാന കാലത്ത് മാനമര്യാദയായിട്ട് നിൽക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായത്. എന്നെ ഉപേക്ഷിക്കരുത്. പിന്നെ മാത്യൂസ് ഉപകാരസ്മരണയുള്ളവനാ. അത് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? മാത്യൂസേ, ഇതിലിപ്പം നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് കഴിയുമ്പം അവളായിട്ട് തന്നെ പൊക്കോളും. അപ്പാ, നമുക്കൊരു ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയല്ലോ. ഞാൻ ജങ്കാറ് പറയാം. എന്തിനാ മോനെ? അവക്ക് അത്ര ആയുസ് ദൈവം കൊടുത്തിട്ടുള്ളൂ, അത്ര തന്നെ. ഇനിയിപ്പോൾ വെറുതെ അവിടെ വരെ ആംബുലൻസ് വിളിച്ചുള്ള കാശ് കളയാൻ. കാശാണോ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം? ഫ്രെഡി, കാശൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അന്നയിൽ ഇപ്പോൾ കാണുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു നിമിഷത്തേക്ക് വരുന്ന ഒരു ഓർമ്മ മാത്രമാണ്. അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളൊന്നും ഇപ്പം നമ്മുടെ പക്കൽ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പകരുമെന്ന്. പിന്നെ ടൗണിലെ ഹോസ്പിറ്റൽസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളുവാ. സോ വി ആർ ഹെൽപ്ലെസ്. ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന പലരും ഉണ്ടാകും ഫ്രെഡി. പക്ഷെ ചില ബന്ധങ്ങളെ സ്പെഷ്യലാക്കുന്നത് എന്താന്ന് ഫ്രെഡിക്ക് അറിയാമോ? ചിലർ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ഒരു എക്സ്ട്രാ മൈൽ കൂടി വരാൻ തയ്യാറാകും. അവർക്കത് ആവശ്യമില്ലെങ്കിൽ കൂടി നമുക്ക് വേണ്ടി അവർ വരും. Will you go that extra mile with me, Freddie? 1 മൈലല്ല, 1000 മൈൽ ഞാൻ നിന്നോടൊപ്പം കാണും. പോരെ?
മില്യൺ മൊമെന്റ്സ് അന്നയുടെ കൂടെ റിലീവ് ചെയ്യണമെന്ന വാക്ക് ഫ്രെഡിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അവൻ എക്സ്ട്രാ മൈൽ പോകാനൊന്നും ശ്രമിച്ചില്ല. പോയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടേക്കുമായിരുന്നു. ബിക്കോസ് ഷി വാസ് എ ഫൈറ്റർ. അന്ന റോസ് ജോർജ് എന്ന സാധുജന്മം ആരോരുമില്ലാതെ നിസ്സഹായായി മരണപ്പെട്ടു. അച്ഛോ, ചെറിയൊരു പ്രശ്നമുണ്ട്. സഭയിൽ നിന്നും ധിക്കരിച്ചു പോയവളവള് കൂട്ടത്തിൽ അടക്കം ചെയ്യേണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം.